والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا أسألكم عليه أجرا إلا المودة في القربى قال الله عز وجل. ബഹുമാനമുള്ള സയ്യിദ് PMS തങ്ങൾ അശാത്തിരി അവരുകൾ, ബഹുമാനപ്പെട്ട സയ്യിദുമാരായ സയ്യിദ് അബ്ദുസ്സമദ് അശാത്തിരി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ആബിദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉനൈസ് തങ്ങൾ, സയ്യിദ് നൗഷാദ് തങ്ങൾ, സയ്യിദ് ജാബർ തങ്ങൾ, മറ്റ് സയ്യിദുമാരെ, ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സഖാഫി, നിസാമുദ്ദീൻ സഖാഫി, ഹസൻ അഷ്റഫി, അബ്ദുറഹ്മാൻ ഹുസൈൻ, ബിബീർ ഹാജി തുടങ്ങിയ പണ്ഡിതന്മാർ, മറാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 വർഷങ്ങൾക്ക് മുമ്പ് ബഹുജത്തു സുന്ന ശൈഖുന MD അബ്ദുൽ മജീദ് അൽ-ഫൈലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഹയാത്തിന്റെ പരിസരത്ത് തുടങ്ങിത്തന്ന ശ്രേഷ്ഠമായ ഒരു പരിപാടിയാണ് തിരുനബി കുടുംബ സംഗമം എന്ന പേരിൽ നാം ഹയാത്തിന്റെ ലേബലിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് തുടങ്ങിത്തന്ന് 3 മാസത്തിന് ശേഷം റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ് 4 മാസത്തിന് ശേഷം ശഅബാൻ 29-ന് മഹാനായ ശൈഖുന MD അബ്ദുൽ മജീദ് അൽ-ഫൈലി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവോട് തവസ്സലായ ജീവിതത്തിലേക്ക് നാം ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ നന്മകളുടെയും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സന്തോഷ നിമിഷത്തിൽ അവിടുത്തെ ആത്മാവ് ആനന്ദിക്കുകയും അവിടുത്തെ ഗുരുത്വം ലഭിക്കാൻ ഇതൊരു സബബാക്കി അല്ലാഹു കബൂലാക്കി ഹയാത്തുൽ ഇസ്ലാമിൻ്റെ പേരിൽ നാം സ്വപ്നം കാണുന്ന എല്ലാ പദ്ധതികളും ഓടിയാൻ അത് കാരണമാക്കി അല്ലാഹു നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ശൈഖുന MD അബ്ദുൽ മജീദ് അൽ-ഫൈലി സ്മാരക ഇസ്കെ റസൂൽ തിരുനബി കുടുംബ സംഗമം എന്ന പേരിലാണ് നാം ഈ പരിപാടി ഇവിടെ കഴിഞ്ഞ 3 വർഷമായി നടത്തി വരുന്നു. അൽഹംദുലില്ലാഹ്, ഇതിന് കുറെ അഭിമാനമൊന്നും ഹയാത്തിന്റെ സാരഥികൾ ഞാനടക്കമുള്ളവർക്ക് ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞത് വെറുതെ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ അതിലേക്ക് ആവശ്യമായ അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം വിഭവസമൃദ്ധമായ ഭക്ഷ്യക്കിറ്റ് സാധാത്തുക്കൾക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അത് നാളെ അവരുടെ ഭവനങ്ങളിൽ വളരെ ആദരവോടെ നാം എത്തിച്ചു കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതാണ്ട് 23ഓളം സയ്യിദ് കുടുംബമാണ്, സാദാത്തുക്കളുടെ കുടുംബമാണ് നമ്മുടെ വടുതലയിൽ ഉള്ളത്. ഇന്നിപ്പോ പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾക്ക്, അത് സാദാത്തുക്കളായാലും ആലിമുകളായാലും, അവരുടെ ഫാൻസുകളാകാനും അവർക്ക് കൊടുക്കാനും അതുവഴി ഞാൻ ഇന്നയാളുടെ ആളാണ് എന്ന് കാണിക്കാനും ഒക്കെ ഒരുപാട് മത്സരിക്കുന്ന നൂറ്റാണ്ടാണ്. വടുതലയിൽ ചില നമ്മുടെ സഹപ്രവർത്തകർ വലിയ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ പറയും, ആ 1-ാമിൽ 41 ദിവസം നേർച്ചയാക്കി സിയാറത്ത് ചെയ്യും.
ഇന്നിപ്പോൾ ലോകത്തില്ല. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുല്ലാഹി ശാതിരി കുഞ്ഞിക്കോയ തങ്ങളെ പോലെ റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദ് ഹംദത്തു ശാതിരി കുഞ്ഞുണ്ണി തങ്ങളെ പോലെ റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദ് അലി ശാതിരി മാറ്റക്കോയ തങ്ങളെ പോലെ റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമിയുടെ മണൽപ്പരപ്പിൽ 11 പേരകത്ത് അടങ്ങിയവരെയും ഹിഫ്ളായിട്ട് എനിക്ക് പറയാൻ കഴിയും, വേണ്ട എന്ന് കരുതി അതിങ്ങനെ പല മജ്‌ലിസിലും പറഞ്ഞ് ഹിഫ്ളായി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറയും, ഇന്ന് ഭൂമിയുടെ മണൽപ്പരപ്പിൽ അവരെ പോലെ കറാമത്ത് കൊണ്ട് കളിച്ച ഒരാളും ജീവിച്ചിരിപ്പില്ല. ഭൂമിയുടെ മക്ബറകളിലുണ്ടാകും, പക്ഷേ ഭൂമിയുടെ മണൽപ്പരപ്പിൽ അവരെ പോലെ കറാമത്ത് കൊണ്ട് ഇതിഹാസങ്ങൾ കേൾക്കാം. സാദാത്തുക്കൾ ജീവിച്ചിരിപ്പില്ല. എന്നാൽ എന്തോ ഒരു മസ്ലഹത്തിന് വേണ്ടി അവർ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതെന്താണ് മസ്ലഹത്ത് എന്ന് എനിക്കറിയില്ല. ചിലർക്ക് എനിക്കറിയാം, പക്ഷെ അത് പറഞ്ഞാൽ പറ്റൂല. പലരും നമ്മൾ പ്രതിമാസ ഖുതുബിയത്ത് മജ്‌ലിസിൽ മഖാമിൽ തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് നിന്ന് വിളിച്ചു ചോദിക്കും അവിടത്തേക്കുള്ള വഴി. അങ്ങനെ അതിനുശേഷം പല നാടുകളിൽ മഖ്ദൂമിയ ശരീഅത്ത് കോളേജ് ഫാറൂഖ് നൈമിയുടെ മുത്തഅല്ലിമീങ്ങൾ അടക്കം, അവിടുത്തെ സയ്യിദ് പലപ്പനങ്ങാടിയിലെ തങ്ങൾ അടക്കം സിയാറത്ത് യാത്ര ഈ വഴിയാക്കി. അങ്ങനെ പല അലിമീങ്ങളും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ നമ്പർ മെസ്സേജ് പോസ്റ്റ് ചെയ്ത് നമ്പർ എടുത്തിട്ട് വിളിക്കും. അപ്പോ വടുതല സാദാത്തുക്കളുടെ മഹത്വം മനസ്സിലാക്കാൻ അവർ അവസരം കൊടുക്കുന്നില്ല. മഖാമിൽ അവരെന്തോ മസ്ലഹത്തിന് വേണ്ടി ഒളിഞ്ഞ് പ്രശസ്തരാകാതെ ഇങ്ങനെ തന്നെ പോട്ടു ചെല്ലുമ്പോ തങ്ങൾ അൽഹംദുലില്ലാ ഞാൻ വടുതലക്കാരനായ ഒരു വലിയൊരു കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് ഇരിക്കരുത്. ഏതായാലും നിങ്ങൾ വന്നത് നന്നായി. നമുക്കവിടെ ഒപ്പുപാടാണ്ട്. ഞാനിപ്പോൾ വീട്ടിലാണ് നടക്കുന്നത്. അപ്പൊ ഞാനിപ്പോ കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നമുക്ക് ആ മഖാമിൽ വെച്ച് വിശാലമായി നടത്തണം. അതിലൊരാളെ ഏൽപ്പിക്കാൻ ഞാൻ കാത്തിരിക്കുമ്പോഴാണ്, നിങ്ങളെ വടുതലക്കാരെ ആരെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. ഞാനിതുവരെ അങ്ങനെ പോകാറില്ല. എന്തെങ്കിലും വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോകും എന്നല്ലാതെ അടുത്തൊരു ബന്ധം തങ്ങളുമായിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് തങ്ങളെ നടത്താം എന്ന് പറഞ്ഞിട്ട് ഈ കൊടുകുത്തിന്റെ ഡേറ്റുമായിട്ട് ഒത്തു വന്നപ്പോഴത് താറുമാറിയത്. ഇപ്പൊ കൊടുകുത്തിന് ബദലായി പോകുമെന്ന് ആൾക്കാർ ചിന്തിച്ചെങ്കിലും അതിന് കിട്ടുന്ന വഴിയാക്കണ്ട എന്ന് കരുതിയപ്പോഴാണ് അത്. പിന്നെ അതുവരെ നമ്മൾ നല്ല ഇഷ്ടത്തോടുകൂടി ഉണ്ടെന്ന് പറയുന്നത്. ചില കറാമത്തുകളൊക്കെ അവിടുത്തെ മഖാമിലെയും പന്തങ്ങളെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയും ചെയ്തിട്ടു. ഒരിക്കൽ ഇടിവെട്ടും മഴയും ഇങ്ങനെ കാർമേഘം, നമ്മളന്ന് അടുത്ത വർഷം പന്തലും കിട്ടിയില്ല. അതുവരെ പന്തല് കിട്ടിയാൽ നടത്തിയത്. പക്ഷെ അന്നത്തെ വർഷം പന്തല് കിട്ടിയില്ല. പന്തല് കിട്ടാൻ നടത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഭയങ്കര മഴക്കോളം. തങ്ങളോട് ഞാൻ പറഞ്ഞു ഇങ്ങനായാൽ പിന്നെ ഇങ്ങനെ നടത്താൻ പറ്റുമോ? താനിങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ചു. തങ്ങളെ സ്വതസിദ്ധമായ ശൈലിയുണ്ടല്ലോ, മഖാമിൽ കയറ്റി വാതിലടച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് 41 ദിവസത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ചൊല്ലി. എന്നിട്ട് പറഞ്ഞു ഈ ചെറുക്കനെ നടന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ഇവിടെ എങ്ങാനും മഴ പെയ്ത ഈ കൊല്ലം കൊണ്ട് ഈ പണിക്കുള്ള അവസാനിക്കും. അതുകൊണ്ട് ആ ചെറുക്കനെ ഇറങ്ങിയാക്കരുത്. ഈ പെയ്യലോ ഞാൻ പോണാണ് പറഞ്ഞ് തങ്ങൾ പിടിച്ച് ചോറും ചെലവഴിച്ച് വാങ്ങിയിട്ട് പോയി. ഈ പാലം കഴിഞ്ഞ് കുട്ടിസാറിന്റെ അപ്പുറത്തെ ഇപ്പൊ എന്നെ വിളിച്ചു. നമ്മുടെ ഭരിച്ചില്ലല്ലേ, ഒരു വാക്കും പറയും, നമുക്ക് ശരിയായി തോന്നുന്ന ഒരു വാക്കും പറയും. കഴിഞ്ഞില്ല ഓട്ട വല നമ്മുടെ അതെന്താ തങ്ങളെ ഭയങ്കര മഴയാണല്ലോ. അവിടെ ഇവിടെ മഴയില്ല, അവിടെ മഴ. അപ്പൊ പിന്നെ അവർ ഏറ്റെടുത്തു. അപ്പൊ പിന്നെ അവർ ഏറ്റെടുത്തു. പള്ളിയുടെ അപ്പുറത്തേക്ക് മഴയില്ല, സ്കൂളിന്റെ ഇപ്പുറത്തേക്ക് മഴയില്ല. സ്കൂളിന്റെ അപ്പുറത്തേക്ക് മഴ, പാലത്തിന്റെ തെക്കുത്തേക്കും മഴ. അത്രയും പ്രവൃത്തി ഇത് മഴയില്ല. പരിപാടി ഭംഗിയായി നടന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കാണിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതാണ് ഈ മക്കാമ നമുക്കൊന്ന് പൊളിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഇപ്പോഴത്തെ കോലത്തിലൊക്കെ നല്ല വാർത്ത മക്കാമണിക്കും തങ്ങളുകൾ. ഞാൻ പറഞ്ഞു
നമുക്കതിന് വേണ്ടി ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ചളിക്കവട്ടത്ത് ശരിവാജി, നമ്മുടെ കൊച്ചാപ്പ അവിടെ സത്യവായിരിക്കുന്ന കാലം ശരിവാജിയെടുത്ത് ഞാൻ പതിലുകളെ കൂട്ടിപ്പോയിട്ട് തങ്ങളുള്ളത് ചെന്ന ഉടനെ ശരിവാജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശരിവാജി അൽഹംദുലില്ലാ 1,00,000 രൂപ ഞാൻ അതിന് ഓഫർ ചെയ്യുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫർ വാങ്ങിച്ചത് കാശ് വാങ്ങിയില്ല, തുടങ്ങുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണത്? മഖാം മോടി പിടിപ്പിക്കുന്നു, അലങ്കരിക്കുന്നു. ഈ പഴയ മഖാം തന്നെ അലങ്കരിക്കുന്നു. ആരാൾ വന്നിട്ട് കബർ ഒഴിക്കുന്നു മഖാമിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ജനാസ യാതൊരുവിധ കേടുമില്ലാതെ നല്ല സുഗന്ധം, നല്ല വെള്ളയായ കഫംപുഴയൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ ജനാസ കിടക്കുന്നു. മഖാമും അലങ്കരിക്കുകയാണ്. ആരാണ് അലങ്കരിക്കുന്നതൊന്നും കാണുന്നില്ല. ഞാനിതുടനെ ചെയ്ത് പതുതങ്ങളോട് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, കുളിക്കണ്ട, ഈ ഉള്ളത് അലങ്കരിച്ചാൽ മതി. ബിൽഡിങ് വലുതായിട്ട് കെട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നാണ് കാണിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ അലങ്കരിക്കാം. അങ്ങനെ ഇവിടെ തങ്ങളോട് ഇവിടെ ആദ്യമായിട്ട് വലിയ ബന്ധമുള്ള ആപ്പാഞ്ചലിയാണ് ഒരു മനുഷ്യല്ലാതെ അദ്ദേഹത്തിന് ഗൗരവ സന്തോഷത്തിലാക്കിയിട്ടുള്ള പരീത് ഹാജി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അതിൻ്റെ മോഡിഫിക്കേഷൻ കംപ്ലീറ്റ് ഏറ്റെടുത്ത് കയ്യിലൊട്ടിച്ച് ഭംഗിയാക്കി പഴയത് തന്നെ മോഡിയായി. അപ്പോൾ മോഡിഫൈ ചെയ്യാൻ മറ്റേ ലക്ഷം മേടിക്കാതെ തന്നെ 3 ലക്ഷത്തിലേറെ മുടക്കിയിട്ട് അയാൾ ഒറ്റക്ക് അത് മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കി. അപ്പോൾ കാണിക്കേണ്ടടുത്ത് നമ്മുടെ പ്രതിസന്ധികളിൽ, വിഷമങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് ആ അല്ലാഹുവിനെ കൊണ്ട് തുറസായ ഞാൻ പറഞ്ഞവിടെ യുനൈസിനടക്കം, നമ്മുടെ ഇന്ത്യാസിനടക്കം, നമ്മുടെ പൈസലിനടക്കം, നമ്മളുമായി സഹകരിക്കുന്ന സഹപ്രവർത്തകർക്ക് തീരാത്ത നിരവധി പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഈ നാസിമുദ്ദീൻ ഒരിക്കൽ 2 കാലും അതുകൂടെ പറഞ്ഞ നിർത്തിയ 2 കാലും നീര് വന്നിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്, പഴുത്ത്. ഹോമിയോ ട്രീറ്റ് ചെയ്ത്, ഇംഗ്ലീഷ് ചികിത്സ നടത്തി, ആയുർവേദ മരുന്ന് ഒരുപാട് കഷായം ഉണ്ടാക്കി കുടിച്ച് ഒരു മാറ്റവും ഇല്ല. അവസാനം മാനസിക പിരിമുറുക്കമാകുന്നൊരവസ്ഥ വരെ എൻ്റെ എളാപ്പാക്കുണ്ടായി. സൈബിൻ്റെ നാസിറിൻ്റെ ഒക്കെ വാപ്പ. ഞാനൊരു ദിവസം പറഞ്ഞു, പല ആത്മീയമായ നേതാക്കളെയും സെയ്ദുമാരുടെയൊക്കെ അടുത്തവർ പോയി, നിങ്ങൾ എവിടെ പോയാലും ഇവിടെ കിടക്കുന്ന വമ്പന്മാരെ വിട്ടിട്ടാണ് നിങ്ങൾ പോണത്. നിങ്ങൾ 41 ദിവസം നേർച്ചയാക്കി ആ മഖാമിൽ കൊണ്ടുപോയി സിയാറത്ത് ചെയ്യും, ഓരോ യാസീനോട്. എന്നിട്ട് അവരോട് പറ സങ്കടം, അവരാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് അഭയം. നമുക്ക് അഭയമായിട്ടാണ് അവർ വന്നത്. നമുക്ക് അഭയമായി അവരെ കൊണ്ടുവന്നതാണ് നമ്മുടെ പൂർവികർ. അതുകൊണ്ട് അവരെ പ്രണവം ധനിച്ചുകൊണ്ട് ഒരു അഭയം തേടിപ്പോയാൽ അവർ ഇടപെടും, സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് 41 യാസീൻ നേർച്ചയാക്കി അവിടെ പോയി സിയാറത്ത് ചെയ്യും, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അങ്ങനെ സൈഫിന്റെ വണ്ടിയുടെ മുറിയിലൊക്കെ ഇരുത്തി കൊണ്ടുവന്ന് 21ാമത്തെ ദിവസം അവൻ പൂർണ്ണ ശിഫയായി പണിക്കും. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ആ മഹാന്മാരുടെ കറാമത്ത് നമുക്ക് സന്തോഷത്തോടെ തന്നിട്ടുണ്ട്. ഒരു ചിലവുമില്ലാതെ നാം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ പ്രയാസങ്ങളുടെ, സംഘടനാ പ്രതിസന്ധികളുടെ, വേലിയേറ്റങ്ങൾക്കിടയിലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും വിഷമിച്ച് കിടന്നപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ, IC യൂണിറ്റുകളിൽ കിടന്നപ്പോൾ, പ്രതിസന്ധിയുമായി ജീവനോട് മല്ലടിച്ചപ്പോൾ, നമ്മുടെ പൈസലടക്കം ജീവനോട് മല്ലടിച്ചപ്പോൾ, ജീവിതം കിട്ടൂല വരെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവരുടെ ഇടപെടലുകളാണ് നമുക്ക് സഹായകമായത്. അതുകൊണ്ട് ആലുനബി വസീലത്തി വൽബഹു ഇലൈഹി ദരിഅത്തി നർജു ബിഹി നുഅതാ വദബി യദിൽ സഹീഫത്തി. മഹാനായ ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു തആല, ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, സാദാത്തുക്കളെ ചേർത്ത് പിടിക്കണം. ഇന്ന് നമ്മുടെ എല്ലാ നേതാവ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങൾ
റഫഅല്ലാഹു ദറജതഹു. മഹാനരുടെ ആണ്ട് രാവാണ്. നമ്മൾ അതൊന്നും കണക്കാക്കി ഡേറ്റ് നോക്കിയൊന്നും വെച്ചല്ല. റസൂൽ ഒരു ആഴ്ച നീണ്ടിരിക്കട്ടെ എന്ന് കരുതി നമ്മൾ കണ്ണുടച്ച് വെച്ചതാണ്. പക്ഷെ വരുന്നത് അങ്ങനെ പല മജ്‌ലിസുകളും നമ്മുടെ നല്ല നിയ്യത്തുകൾ കൊണ്ട് ഒന്നും ഇതിന്റെ പിന്നിൽ ലക്ഷ്യമില്ല. നല്ല നിയ്യത്തുകൾ മാത്രം. ഈ നാട് സുന്നത്തിന് ഉറച്ചക്കാക്കണം. അതിന് ചില അടവുകൾ നമ്മൾ പാലിക്കണം. ഇവിടത്തെ ഹബീബായ മുത്തുനബി തങ്ങളുടെ സയ്യിദുമാരെ കുടുംബത്തെ ചേർത്ത് പിടിച്ചാൽ ചിലപ്പോൾ അവരിൽ പല മനോഭാവക്കാരുണ്ടാവും. അതെല്ലാം നമ്മെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. എന്തിന്? നബി തങ്ങളോടുള്ള മഹബത്തും അഹ്ലുബൈത്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥമായിട്ടാണ് പറയണം. ചിലപ്പോൾ ചില പരിപാടിക്ക് വിളിക്കുമ്പോൾ വരും സന്തോഷത്തോടെ, ചിലവിടെ ആരും വിളിക്കാതെ വരും. ചില പരിപാടിക്ക് വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആക്കി കളയും. അതൊക്കെ അവർ നമുക്ക് നൽകുന്നതാണ്. ചില പരീക്ഷണങ്ങളാണ്. നമ്മളെ ഇകഴ്ത്തുന്നുണ്ടോ, തഹ്കീർ ചെയ്യുന്നുണ്ടോ, നിന്ദിക്കുന്നുണ്ടോ എന്ന് നമ്മെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അവിടെയൊക്കെ ക്ഷമിക്കുക. അതൊക്കെ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ സൗകര്യമാണ് അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ ഒരാക്ഷേപിക്കാൻ നിൽക്കരുത്, അവരെ പരിഹസിക്കാൻ നിൽക്കരുത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു നന്ദിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നു? അവർക്ക് നമ്മളുടെ ഔദാര്യമല്ല, നമ്മളുടെ ബാധ്യതയാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ബിൽ ഖുർബ. ഞാൻ നിങ്ങളോടൊരു പ്രതിഫലം ചോദിക്കുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശരീരം പൊട്ടിയിട്ട് രക്തം ഒഴുകിയിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു തരാനുള്ള കഷ്ടപ്പാടുകളാണ്, പെടാപ്പാടുകളിലാണ് ഞാൻ ഇതൊക്കെ അനുഭവിച്ചത്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലം ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ബിൽ ഖുർബ. അവിടെ മഹബ്ബത്ത് എന്ന പദമല്ല ഉപയോഗിച്ചത്, മവദ്ദത്ത്. ആ മവദ്ദത്ത് ഉണ്ടായാൽ എന്തുണ്ടായാലും സഹിക്കാനുള്ള മനസ്സ് ആ മവദ്ദത്ത് കൊണ്ട് നമുക്ക് ഉണ്ടായിത്തീരും. മവദ്ദത്തിനെ ഒരുപാട് കിതാബുകളിൽ മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് മവദ്ദത്തും മഹബ്ബത്തും തമ്മിലുള്ള വ്യത്യാസം? ഗ്രാമർ വിശദീകരിക്കുന്ന ലുഗവിയായ കിതാബുകൾ, ലുഗത്തിന്റെ കിതാബുകളിൽ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മവദ്ദത്തുണ്ടായാൽ എന്തെല്ലാം ഉണ്ടായാലും, എന്തെല്ലാം സ്നിഗ്ധതകൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നാലും അവിടെയൊക്കെ ആ മവദ്ദത്തിന്റെ പേരിൽ, മഹബ്ബത്തല്ല മവദ്ദത്തിന്റെ പേരിൽ നാം സഹിക്കാൻ തയ്യാറാവും. എന്റെ കുടുംബത്തോടുള്ള മവദ്ദത്താണ് ഞാൻ നിങ്ങളോട് പ്രതിഫലമായി ചോദിക്കുന്നതെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം അവർക്ക് ചെയ്തു കൊടുക്കുന്നതൊന്നും നമ്മുടെ ഔദാര്യമല്ല, നമ്മൾ അവർക്ക് ചെയ്യേണ്ടുന്ന അവകാശമാണ്. ആ അവകാശം കൊടുത്തെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കേടുന്ന, പ്രയാസപ്പെടുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ നാട്ടിലുള്ള അഭിമാനികളാണ്. അവർ സ്വന്തം കാര്യം മറ്റുള്ളവരോട് പറയില്ല. കൊടുത്താൽ ഹദിയയില്ല. ഹബീബായ മുത്തുനബി തങ്ങൾ ഹദിയ വാങ്ങാറുണ്ടല്ലോ, ഹദിയ അത് സ്വീകരിക്കും. സ്വന്തം അഭിമാനം മറ്റുള്ളവരിൽ അവർ തുറസാക്കപ്പെടുന്നതിന് ഭയക്കും. അങ്ങനെ അത്തരത്തിലുള്ള സയ്യിദുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ അവരുടേതായ വഴി, അതിൻ്റെ ഒരു പൊങ്ങച്ചങ്ങളോ കൊല്ലാപ്പുകളോ ഒന്നുമില്ലാതെ അവർക്ക് അവരുടെ ജീവിതമായ സന്ധാരണത്തിന്റെ വഴികളിലൂടെ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാം അവരെ അവഗണിക്കാൻ പാടില്ല. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ അൽഹംദുലില്ലാഹ് നാം പ്രവർത്തിക്കുകയാണ്. എല്ലാത്തിലും ഒരുപടി മുന്നേ പരിശുദ്ധ ഹയാത്തുൽ ഇസ്ലാം മഹാനായ ശൈഖുനാ പി.എം. അബൂബക്കർ ഉസ്താദ് റഫഅല്ലാഹു ദറജതഹു മഹാനരുടെ ആ പുണ്യകരങ്ങൾ കൊണ്ട് നമുക്ക് ആശീർവദിച്ചു തന്ന അവസാനത്തെ ഹജ്ജ് വേളയിലും ഖില്ല പിടിച്ചുകൊണ്ട് ഞാൻ വരവുള്ളപ്പോൾ ദുആയിരന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ വിദാഇന്റെ തവാഫിൽ ഹയാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ദുആയിരന്നിട്ടുണ്ട്, അതുകൊണ്ട് ശരിക്ക് പ്രവർത്തിച്ചോ കേട്ടാ എന്ന് പറഞ്ഞിട്ട് ആ വടുതല ശൈലിയിൽ ഉസ്താദ് വിളിച്ചു പറഞ്ഞത് ഇന്നും ഞാൻ ആവേശത്തോടെ ഇന്നും പ്രവർത്തിക്കാൻ പല പ്രതിസന്ധികളും നേരിടുമ്പോഴും, പല വിഷമങ്ങൾ നേരിടുമ്പോഴും, മാനസികമായ പല സ്നിഗ്ധതകൾ അനുഭവിക്കുമ്പോഴും ശൈഖുനാ പി.എം. അബൂബക്കർ ഉസ്താദിന്റെ ആ വാക്ക് ചെറിയ മോട്ടിവേഷൻ അല്ല തരുന്നത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ സ്വപ്നമായിരുന്നു ഒന്നെങ്കിൽ ഒരു ഹിഫ്ള് വേണം, അല്ലെങ്കിൽ ഒരു ദർസ് വേണം എന്നെപ്പോഴും പറയുമായിരുന്നു. ഞാൻ വീട് വിട്ടുതരാം, അവിടെ ദർസ് തുടങ്ങും എന്നൊക്കെ പറയുമായിരുന്നു. ഉസ്താദിന്റെ സ്വപ്നം ഇൻഷാ അല്ലാഹ് ശൈഖുനാ പി.എം. അബൂബക്കർ മുസ്ലിയാർ മെമ്മോറിയൽ ദഅവ അക്കാദമി വലിയ മർക്കസ് എന്നൊന്നുമല്ല നമ്മൾ സ്വപ്നം കാണുന്നത്. ഒരു 10 കുട്ടികളെങ്കിലും ശൈഖുനാ ഉസ്താദിന്റെ പേരിൽ ഇവിടെ കിതാബ് ഓതി പഠിക്കുന്ന ഒരു സംവിധാനത്തിൽ
ഫസ്റ്റ് സ്റ്റേജിൽ നാം തുടക്കം കുറിക്കാനിരിക്കുകയാണ്. അള്ളാഹു അത് വിജയത്തിൽ എത്തിച്ചു തരുമാറാവട്ടെ. എല്ലാത്തിലും ഈ സാദാത്തുക്കളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ആവേശം നൽകുന്നുണ്ട്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു സയ്യിദിനാ ഭവനം നിർമ്മിച്ച ഹയാത്തിന്റെ മേൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ചെറുകുഞ്ഞിങ്ങൾക്ക് ഒരു പൂരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അത് പൂവണിയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സാദാത്തുക്കൾ നമ്മുടെ കണ്ണിലുണ്ണിയാണ്. അവരുടെ ഏറ്റവും സീനിയർ സയ്യിദാണ്. നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകുന്ന സയ്യിദ് BMS തങ്ങൾ ശാസ്ത്രി മഹാനവർകൾ നമ്മുടെ കരൂരിന്റെയും വടകരയിലെയും പെരുമ്പളത്തിന്റെയും ഒക്കെ കാളിയാണ് തങ്ങളവർകൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾക്ക് ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ സംഗമത്തിന്റെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളുടെ കുഞ്ഞുമോൻ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ യൂനിസ് തങ്ങളുടെ പുത്രനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ സമദ് തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ സയ്യിദ് ചെറുകുഞ്ഞി തങ്ങൾ അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവരുടെ പുത്രനാണ്. അതുപോലെ തന്നെ സയ്യിദ് ഉനൈസ് തങ്ങൾ അവരുടെ അനുജനാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ. അതുപോലെ തന്നെ സയ്യിദ് നൗഷാദ് തങ്ങൾ നമ്മുടെ കുഞ്ഞുമോൻ തങ്ങളുടെ അനുജനാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ജാബിർ തങ്ങൾ സയ്യിദ് സമദ് തങ്ങളുടെ സഹോദരനാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സയ്യിദ് സാബിഖ് തങ്ങൾ നമ്മുടെ വഫാത്തായി പോയ കൊച്ചുകാരത്തങ്ങൾ കാട്ടുപുറം പള്ളി ദർസിന്റെ ആദ്യകാല പ്രസിഡന്റ് കൂടിയാണ് മഹാനായ കൊച്ചുകാരത്തങ്ങൾ. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ പുത്രനാണ്, മൂത്ത പുത്രനാണ്. അങ്ങനെ ചെറിയ തങ്ങന്മാരൊക്കെ ഉണ്ടാക്കണം. ചെറിയ കുട്ടികൾ അള്ളാഹു ആ തങ്ങന്മാരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും മാത്രവും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഒരുപാട് സയ്യിദന്മാർ ഈ അടുത്ത കാലത്ത് നമ്മളോടൊപ്പം സഹവസിച്ചവർ ജീവിച്ചവർ ഒക്കെ വഫാത്തായി പോയിട്ടുണ്ട്. സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ ശാസ്ത്രി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാവുന്നവരായിരുന്നു നമ്മുടെ BMS തങ്ങളുടെ ഉമ്മ. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് സയ്യിദുമാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സയ്യിദ് ഹാമിദ് തങ്ങൾ, അതുപോലെ തന്നെ പല സയ്യിദുമാരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹിമായത്തും വടുതല സാദാത്തുക്കൾ അവരുടെ ഒപ്പമാരുടെ നെവറും ഈ സ്ഥാപനത്തിന് ഇതിന്റെ സഹകാരികൾക്കും ഇതിനെ സഹായിച്ചവർക്കും ഈ സാദാത്തുക്കളുടെ സംഗമത്തിന് ആത്മാർത്ഥമായി സഹായിച്ച ഒരുപാട് നാട്ടുകാരുണ്ട്. സലാലിയിൽ നിന്ന് നൂറുദ്ദീൻ ഹാജിയുണ്ട്. അതുപോലെ തന്നെ വിവിധ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വിവിധ നാടുകളിൽ നിന്നും ഇതിലേക്ക് സഹകരിച്ച ഒരുപാട് സുമനസ്സുകളായി വെറും സോഷ്യൽ മീഡിയയിലെ പഠന ക്ലാസുകളിൽ നിന്ന് കിട്ടിയ പരിചയം മാത്രം ആരെയും കാണാത്തവർ അവരൊക്കെ ഇതിലേക്ക് ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മഹാന്മാരായ വളരെ സാദാത്തുക്കളുടെ തിരുനെല്ലി കുടുംബത്തിന്റെ മദതും ഹിമായത്തും നുസ്റത്തും അള്ളാഹു ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ സംഗമം ബഹുമാനപ്പെട്ട സയ്യിദ് BMS തങ്ങൾ ശാസ്ത്രി അവർ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്രൊഫസർ 15 മിനിറ്റ് സംസാരിക്കും. പിന്നീട് നമുക്ക് خذ بيدي ما لي سواك
വേദിയിലുള്ള ആദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതർ, നേതാക്കൾ, സാധാത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ അരുമക്കിടാങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ ഇരുലോകത്തും മാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അവൻ പൂർത്തീകരിക്കുമാറാകട്ടെ. ഇഹപര വിജയികളുടെ ഗണത്തിൽ അവൻ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന അക്ഷരവാക്യങ്ങളിൽ മഹത്വമായ മൗലിദ് കോൺഫറൻസും മറ്റു പരിപാടികളും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും കബൂലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൗലാനാ മർഹൂം ഉസ്താദുൽ അസാത്തീദ് അബ്ദുൽ കരീം ഉസ്താദ് അവരുടെ ഇളയ പുത്രനും നമ്മുടെ എല്ലാ ആദേശിയുമായ അഹമ്മദ് സഖാഫി അവരുകൾ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. അതിനു മുമ്പ് 1-2 വസ്തുതകൾ മാത്രം സൂചിപ്പിച്ച് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇന്ന് രാവിലെ ചന്ദ്രൂർ ജാമിഅ മില്ലിയ ക്യാമ്പസിൽ ഒരു മൗലിദ് കോൺഫറൻസ് നടന്നു. അത്യന്തം ശ്രദ്ധേയവും കാര്യമാത്ര പ്രസക്തമായ ഒരു കോൺഫറൻസ്. അതിൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. അഹമ്മദ് സഖാഫി ഉസ്താദ് അവരും, ഹുസൈൻ മദനി, അതുപോലെ തന്നെ എല്ലാ പ്രവാചക പ്രേമികളും അവിടെ ഒത്തുകൂടി ഉച്ചക്ക് നല്ല അന്നദാനമുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ച അതോടൊപ്പം തന്നെ ജാമിയയിലെ വിപുലീകരിച്ച പള്ളിയുടെ തുറന്നു കൊടുക്കൽ കർമ്മവും ഈയുള്ളവർ നിർവഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ച സേവനത്തിന്റെ പ്രതീകമായ എൻ്റെ സതീർത്ഥ്യൻ അബ്ദുല്ലാഹ് ഉസ്താദ് അവർക്ക് സിഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ശുക്റുകളും എല്ലാത്തിനും ശുക്റുകൾ സംഘടിപ്പിച്ചത് അദ്ദേഹം അത് സംഘടിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് കടന്നു പോകാൻ പറ്റും. അത് നമ്മുടെ പ്രബുദ്ധിയാകാം. ശുക്ർ എല്ലാത്തിനോടും നന്ദി കാണിക്കാൻ റസൂലുള്ളാഹിയുടെ ജനനത്തിൽ നാം അവിടെ ശുക്റാണ്. നമ്മൾ ശുക്ർ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് എന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെളിയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരായ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മലർക്കുകയാൻ തുറന്നു തരും. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠോരമാണ് എന്ന് നിങ്ങൾ അറിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുക. അപ്പോൾ എപ്പോഴും നാം കൃതജ്ഞത പരിചരാവണം. അള്ളാഹുവിനോട് കൃതജ്ഞത, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൃതജ്ഞത, എല്ലാവരോടും കൃതജ്ഞതയുള്ളവരാണ്. അത് വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വിനയമുണ്ടാവുകയുള്ളൂ. അല്ലാഹു വിനയരുടെ ഗണത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഹയാത്തുൽ ഇസ്ലാമിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പരിപാടിയാണ്.
അബ്ദുൽ മജീദ് ഉസ്താദ് നവറല്ലാഹു മർഹദ വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ആമീൻ യാ റബ്ബ്. മഹാനവറുകൾ ഇതിൽ തുടക്കം കുറിച്ചു. എപ്പോൾ വന്നാലും ഉസ്താദ് അവറുകൾ അഹ്ലുൽ ബൈത്തിനെ പറ്റി സംസാരിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയാണ്. അഹ്ലുൽ ബൈത്ത് സ്നേഹം അത് എല്ലാവരിലും ഉണ്ടാവുകയില്ല. പറയുമ്പോൾ ഈ അഹ്ലുൽ ബൈത്ത് സ്നേഹം എന്നത് അതിപ്പോൾ വേണ്ടതുപോലെ ഒരിടത്തും കാണാനില്ല. പൂർവികരായ സച്ചരിതരായ സാത്വികരായ പൂർവസൂരികൾ അതിന് മാതൃകയായി. അതാണ് ഇവിടെ അഹ്ലുൽ ബൈത്തിനെ കൊണ്ടുവന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തിനും ഇന്നിപ്പോ അഹ്ലുൽ ബൈത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കുടിയേറ്റക്കാരാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാരികയിൽ ഞാൻ വായിച്ചു. കടപ്പുറം കോയാക്കുട്ടി തങ്ങൾ അന്തരിച്ചു. അതിന്റെ അനുസ്മരണം അദ്ദേഹം വലിയൊരു വിദ്യാർത്ഥിന്റെ അഹലുകാരനായി. അദ്ദേഹം കൊടുങ്ങല്ലൂർ ഇർഷാദുൽ മുസ്ലിമീൻ അറബിക് കോളേജിലും വിവിധ ദർസുകളിലും ഓതിപ്പടിച്ച പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം വഴിതെറ്റിപ്പോയി. അവരുടെ കുടുംബം മുഴുവൻ കടപ്പുറത്തിയെന്നാൽ അറിയാം ചാറക്കാട് ഇബത്തുല്ലാ തങ്ങളുടെ മക്കളല്ലാതെ ആരും സുഖജീയമായിരുന്നില്ല. നമ്മൾ അല്പം ഞാനൊരു കല്യാണം എന്നപ്പോൾ എല്ലാ ജമാഅത്തിന്റെ തങ്ങന്മാരും അഭ്യസ്തവിദ്യയിലുള്ള അപ്പോൾ ഈ തങ്ങളുടെ അനുസ്മരണത്തിൽ എഴുതിയിരിക്കുകയാണ്. ബുഖാരി തങ്ങന്മാരാണ് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു, തങ്കം നമ്മളെ കുടിയേറ്റക്കാരായ പദ്ധതിയിലോ പറയാം. ഇത് റഷ്യയിലെ ഇസ്താംബൂളിൽ നിന്ന് വന്നിട്ടുള്ള കുടിയേറ്റക്കാരിൽപ്പെട്ട ആളാണ് ഈ തങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ ഈ മോചനം എന്നൊരു പത്രം ഒരു 3 മാസത്തിൽ പുറപ്പെടുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിൽ എൻ്റെ കുറേ നാളെ ചെലവില്ലാത്ത കാരണം പ്രസിദ്ധീകരണം കഴിഞ്ഞ വർഷം പോലെ പ്രസിദ്ധീകരിക്കണം. പാലനഗരത്തെ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞൊരു ലേഖനം അവരുടെ സൈദ്ധാന്തികനായ ഇബ്രാഹിം മൗലവിയും ഒരു 5-6 പേജും. ഇപ്പൊ ഞാനിതൊക്കെ വായിക്കും. റീഡിംഗ് ഉള്ളത് കൊണ്ട് ഇതൊക്കെ നോക്കും. എന്നാലും ഞാൻ വായിക്കും. അപ്പൊ അതിനകത്ത് മുമ്പ് അതിന്റെ ഉല്ലാസം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് അഹ്ലുൽ ബൈത്തിനെ സ്ഥാപിക്കാനാണ്. അഹ്ലുൽ ബൈത്തിനെ നിന്ദിക്കാനും വളരെ മോശമായി ചിത്രീകരിക്കുക. അഹ്ലുൽ ബൈത്തിനെ ഒപ്പണ്ട അവർക്ക് എന്താണ് ഇത്ര പ്രത്യേകത. ഈ പാണക്കാട് തങ്ങൾ അത് പിന്നെ ആദരിക്കുന്നത് സേവനങ്ങളുടെ പേരിലാണ്. അതാ തങ്ങന്മാർക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നെങ്കിൽ അതിനകത്ത് നമ്മളെ മനുഷ്യന് അത്രമാത്രം അകപ്പടിച്ചു പോയി. ഇവിടെ അതൊക്കെ മുസ്ലിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം തോന്നേണ്ട കാര്യമില്ല. കാരണം ഇവരൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന സമുദായം. അതിൻ്റെതായ ഭവിഷ്യത്തുകളാണ് ലോകത്തെപ്പാട് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗുരുത്തക്കേടിന്റെ ലക്ഷ്യം അഹ്ലുൽ ബൈത്തിന്റെ വ്യക്തിത്വവും അസ്തിത്വവും അംഗീകരിക്കാൻ പലരും തയ്യാറാക്കിയില്ല. സംശയദർശിയുടെ അഹ്ലുൽ ബൈത്തിനെ ഒരു കള്ളന്മാരായിട്ടാണ് ഞങ്ങളെ ചിത്രീകരിക്കുന്നത്. വേദന കൊണ്ട് പറയുക. അങ്ങനത്തെ അവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട്. അതിന് അല്പമെങ്കിലും ശമനം ഉള്ളത് എങ്കിലും പലർക്കും സംശയമാണ്. നമ്മൾ പത്രത്തിൽ സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മനോരമ മാതൃഭൂമിയൊക്കെ അതുകൊണ്ട് ആ രീതി പാടെ ഇല്ലാതാക്കി. ഹൈദർ അലി തങ്ങൾ ഹദിയത്തുള്ള തങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഹദിയത്തുള്ള കാശിട്ട് പത്രം ഉദ്ഘാടനം ചെയ്യാൻ മുമ്പ് സയ്യിദ് വെച്ചിട്ട് കൊടുത്തിട്ടില്ല. സയ്യിദിന് മാറ്റി മാധ്യമ പത്രമാണ്. മാധ്യമ പത്രത്തെ ആദ്യം മാതൃഭൂമി മനോരമയൊക്കെ അങ്ങനെ അതിപ്പോഴും കൊടുക്കുന്നുണ്ടോ സയ്യിദ് ഹൈദർ അലി ശിഹാബ്. നമ്മളെ സയ്യിദൊന്നും വിളിക്കാൻ ആദരിക്കാൻ സ്നേഹിക്കാനും അല്ലേ പറയണത്. അതിനും ഉണ്ടാകിയത് അവസാന കാലമായി പോയി. ഞാൻ പറഞ്ഞു വന്നതല്ലേ, നമ്മളിങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കള്ളന്മാരാണ് പറയുന്നത്.
അങ്ങനെ കൂട്ടര് ഇല്ലെന്നൊക്കെ പറയാം. അവരെ കൂട്ടത്തിലൂടെ ആൾക്കാർക്ക് പറയാം. എന്നിട്ട് നമ്മൾ അഹ്ലുബൈത്ത് അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണെന്ന്, അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്, അങ്ങനെ പേരക്കുട്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു ജാഹിലായ ഒരാളിനാ ചായക്കടയിൽ നിന്ന് ചോദിക്കണം. നമ്മളെ ഇവിടുത്തെ ഗൾഫിലൂടെ തങ്ങൾ വന്നിട്ട് എന്നോട് ചോദിച്ചു. അത് പറഞ്ഞു റസൂലുള്ളാഹിക്ക് ആമക്കളൊന്നും ഇല്ലല്ലോ. എന്നായിപ്പ ജാഹിലറിയില്ലേ ഇത് പരമ്പര പെമ്മക്കളിലൂടെയാണ്. പെമ്മക്കളുടെ പരമ്പര നിന്നു വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ജാഹിലറിയാം നമ്മളെ ചിന്തകളും അവളും ഇവര് റസൂലുള്ളാഹിയുടെ കുടുംബമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒരു സാധാരണ ജാഹിലികൾ പറയും. അപ്പൊ ഇവര് പഠിപ്പിച്ചു കൊടുത്ത ക്ലാസിന്റെ കവറാണ് ഇവിടെ. ഈ ഒരു പള്ളി അല്ല, പള്ളിയുടെ മണ്ണൊക്കെ എടുത്ത് ആ പള്ളിയിൽ ഒരാൾ ശാന്ത പഠിച്ചു പോയ ഒരാളുണ്ട്. അദ്ദേഹം ക്ലാസ് എടുത്തു. നമ്മുടെ കുഞ്ഞോമൂസയല്ല ഊറാമൺ നമ്പറൊന്നോ ഉറക്കതാണ് മൂപ്പരോട് മരിക്കുന്നതിന് പഠിപ്പുകരാനുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആളുകൂടെ ചോദിച്ചു, ഈ പള്ളി ഇവിടെ അത് പള്ളിയാണോ? ഇത് പള്ളിയാണ്, അതിന്റെ ഹുക്കുമെന്താണെന്ന് എനിക്കറിയാവോ? പറയാം. തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് ഇയാൾ വന്നിച്ച് മാഴ്ചത്തോടും ക്ലാസ് എടുക്കും. തങ്ങന്മാരുടെ കള്ളന്മാരാണ്. ഇത് കേട്ട് വളർന്ന ആളുകളാണ് ഇവിടെയുള്ളത്. പക്ഷെ നമ്മൾ പിടിച്ചത് ഓരോ മുക്കാമ കുട്ടിയിടാൻ പോയി. അതിനാണ് കേട്ടിട്ടത്. ഇതൊക്കെ നമുക്ക് തിരിയും സൗകര്യം മുക്കാവും കുട്ടിയിടാൻ പോയി. അതിനാണ് ആ ഗേറ്റ് ഉണ്ടാക്കിയത്. പിന്നെ മകല് കെട്ടി, പിന്നെ കുളം കൂടി. ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞോളാം. അപ്പൊ പാവങ്ങളല്ല, ഞാൻ പാവങ്ങൾ പോലുള്ള പാവങ്ങളുടെ. അപ്പൊ ഇങ്ങനെ പല യുദ്ധാനുഭവങ്ങളും ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി ജനിച്ചു, അമ്മ ജനിക്കും, പാപ്പ ക്ഷണിച്ചതാണ്. പാപ്പ എന്ന് പറയരുതെന്നാണ് വൃദ്ധങ്ങൾ ഉപ്പാപ്പ അസ്റഫുൽ എന്ന് പറഞ്ഞൊരു ആക്ഷേപിച്ചില്ല. അത്രമാത്രം പുരോഗമനം നമുക്ക് തലകറിപ്പോയി. അപ്പൊ അതാണ് ഈ സമുദായം അനുഭവിക്കുന്ന എല്ലാ ഇടുതികൾക്കും എല്ലാ ഭവിഷ്യത്തുകൾക്കും കാരണം എന്ന് നമ്മൾ ആലോചിക്കണം. അടിസ്ഥാനപരമായ ആത്മീയ രഹസ്യമാണ് അഹ്ലുബൈത്തിൽ നിന്ന ഇവിടെ ഒട്ടുപിരിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം നമ്മൾ മുസ്ലിം ലോകത്തെ കാര്യം എടുത്തു. അവിടെ എന്താണ് സ്ഫോടനങ്ങളാണെങ്കിൽ തമ്മിൽ ഇവിടെ എവിടെ കിടക്കുന്നത് എല്ലാ സാമൂഹ്യവിരുദ്ധ ഹൈറുമ്പത്താണ് നമ്മൾ പറയാൻ പാടില്ല. ഇതിൻ്റെയൊക്കെ ആത്മരഹസ്യമാണ് പറയുമ്പോഴേ എനിക്കൊക്കെ ആദ്യത്തെ ചടങ്ങിൽ എനിക്ക് കായംകോട് പോയി പ്രസംഗിച്ചപ്പോഴേ എന്താ അമിത ഭക്തിട്ടങ്ങളുണ്ട് ബഹുമാനപ്പെട്ട എന്നെപ്പറ്റി ഉമ്മ വെച്ചപ്പോഴും മറ്റൊരാൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആർജവമുള്ള തങ്ങളാണ് നമ്മുടെ CMS എന്നെ പറഞ്ഞ. ഞാൻ അതിന് വേണ്ടി പറയല്ല, അവരങ്ങനെ പറഞ്ഞു. കുറെ കാര്യങ്ങൾ ഇതുപോലെ ഞാനിങ്ങനെ മറ്റൊക്കെ ഇല്ല, 3/4 മണിക്കൂർ 1 മണിക്കൂറോളം പ്രസംഗിച്ച് പോയി. ഇങ്ങനെ പറഞ്ഞു ഇവരെ അബൂസക്കാബി ഉസ്താനെ പോലെയുള്ള ഈ ഹസൻ അഷ്റഫി ഉസ്താനെ പോലുള്ളവരൊക്കെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് പറയേണ്ടതാണ് ഒന്നും വേണ്ട, വംശീയതയില്ല. KE കുഞ്ഞുമുഹമ്മദ് വേണ്ടി വംശീയതയില്ല, ഇത് ജീർണതയാണെന്നാണ് എത്ര ഉസ്താദ് പ്രസംഗിച്ചു പറഞ്ഞു. അഹ്ലുബൈത്തിനെ ജീർണതയിലോടും ഉച്ചരീചത്വമല്ലോടും അതൊന്നും നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു കൽപ്പിച്ചതാണ്, നബിതങ്ങൾ കൽപ്പിച്ചതാണല്ലോ എന്ന് ആര് എത്ര ഉസ്താദ് അതിന്റെ കട്ടിക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് പേപ്പറുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ പറയുന്നല്ലേ. അപ്പൊ ജീവനതയാണെന്നാണ് ഇത് വംശീയത. സയ്യിദ് വംശം എന്ന് പറയും, ആ വംശീയതയാണ്. അപ്പൊ അത് ശിർക്കാണെന്നാണ്. അങ്ങനെ ഇല്ല ഇസ്ലാമിന്റെ സമത്വത്തിന് എതിരാണ്. അഹ്ലുബൈത്ത് സ്നേഹം എന്നൊക്കെ പറഞ്ഞ അസമത്വമാണെന്നാണ്. അസമത്വം അങ്ങനെ എന്തെല്ലാം നമ്മൾ ഇസ്ലാമിനെ ഇപ്പൊ ഓൺലൈൻ വിവാഹത്തെ അനുവദിച്ചു. അപ്പൊ എല്ലാവരും ഓൺലൈൻ വിവാഹം ഇവിടെ പറഞ്ഞതേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു പോവുകയും ഹക്കം മറിച്ച് ഇസ്ലാമിനെ ഇസ്ലാം തീവ്രവാദ മതമാക്കി, മൗലികവാദ മതമാക്കി, വർഗീയ മതമാക്കി കളഞ്ഞു നമ്മുടെ ആൾക്കാർ. എല്ലാവരും മനസ്സിലുള്ള തട്ടിക്കളെ വിജാപത്തുണ്ടായ വല്ലം വായി പ്രാർത്ഥന വല്ലം കിട്ടിയ
കിട്ടും. അതൊന്നും അല്ല, അതൊക്കെയാണ് അതിൻ്റെ അകത്തൊക്കെ രഹസ്യം. അവര് പോയിട്ട് നിന്നേ ഇത് പറയാതിരിക്കാൻ എവിടെ എത്തിയാലും സമുദായം ഖറാബാക്കി കളി കുരുത്തക്കേടിന്റെ പരിഹാരം എല്ലാത്തിനും നിഷേധിക്കുക. വലിയ വലിയ ഉസ്താദ്, വലിയ വലിയ ഔലിയാമശാഹിഖന്മാരെയൊക്കെ നിന്ദിക്കുകയൊക്കെ ചെയ്യണമില്ലേ? അത് കുരുത്തക്കേടാണ്. അല്ലാഹു തആല നമ്മുടെ കുരുത്തക്കേടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വന്നിരക്ഷിക്കട്ടെ. നല്ല അഹലുകാരാക്കട്ടെ, ഗുരുത്വമുള്ളവരാക്കട്ടെ. ആനുഷംഗികമായി ഞാൻ സൂചിപ്പിച്ചത് ഹയാത്തുൽ ഇസ്ലാം നിർവഹിക്കുന്ന അനർഘമായ സേവനമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജലാലുദ്ദീൻ മദനി, ജലാൽ മദനി കൂടെയുള്ള അവരുടെ ത്യാഗനിർഭരമായ സേവനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ വലിയ അബ്ദുല്ലാഹിന്റെ പ്രതിപക്ഷമാണ്. അതുപോലെ നമ്മുടെ ജലാലുദ്ദീൻ മദനി ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എല്ലാം അള്ളാഹു വിജയിപ്പിക്കും. എന്തൊക്കെ ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. എപ്പോഴും എല്ലാത്തിനും പങ്കെടുക്കാനും പറ്റത്തില്ല. ഞാൻ പറയേ ഇതൊക്കെ അള്ളാഹു അവസാന നാളിൽ നിലനിർത്തി കൊടുക്കട്ടെ. പരിശ്രമിക്കുന്ന ജലാലുദ്ദീൻ മദനിക്കും കൂടെയുള്ളവർക്കും അദ്ദേഹത്തോട് ഈ നന്മയുടെ മാർഗത്തിൽ സഹായിക്കുന്ന എല്ലാവർക്കും അനർഘമായ സവാബുകൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ആയത്തൊന്നുകൂടെ ഓതി വെച്ചെങ്കിൽ അതൊന്നും പറയാനല്ല, അത് എന്താണ് നമുക്കമായി ഓതി വെച്ചെന്നെ രവിറാജ്യം തീർപ്പോയാണ്. ഉണ്ട്. അതൊക്കെ വിശദീകരിക്കാനില്ല. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. 3 കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പരിശീലിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അദ്ദിബു ഔലാദക്കും സലാസ ഫിസാൽ. 3 കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത്ര നിർബന്ധമുള്ള കാര്യമാണ്. നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം. നിങ്ങൾ ഉല്ലാസൽക്കുന്നതിനെ ഇപ്പോൾ ബോധ്യമല്ല. ഇവിടെ ഉല്ലാസൽക്കൊക്കെ അവരുടെ തഫ്സീർ നോക്കിയിട്ടുണ്ടായിരിക്കും. അർത്ഥം പറയണ വേറെയാണ്. ഇവിടെ ഒരു അഹ്ലുബൈത്തിനോട് സ്നേഹിക്കണമെന്നാണെന്ന് പറഞ്ഞതല്ലേ അവർ അംഗീകരിക്കണം. ഞാൻ വായിച്ചിട്ടുണ്ടായിരിക്കാം, വെറുതെ പറയണമെന്നല്ല. അതുപോലെ തന്നെ ഈ ഒയ്ത്തഫ്യർക്കും തത്വഹിറാനും വേറെ അർത്ഥമാണ് കൊടുക്കണം. അപ്പൊ ഇസ്ലാമിനെ ഇവിടെ ഉണ്ടാക്കലല്ല, ഇസ്ലാമിനെ പൊളിക്കലാണ് ഇവിടെ നടക്കുന്നത്. പൊളിച്ചല്ല, പൊളിച്ചുകളാൽ ഹാലെന്താണ് ഈ സമൂഹത്തിന്റെ? ആരെങ്കിലും കയറുമ്പത്തിലുണ്ടാവും. ഞാൻ പറയണേ ഇപ്പൊ ഒരു പ്രതിരോധം ഇവിടെ ഉള്ളത് ഈ അഹ്ലുബൈത്തിന്റെ അംഗീകാരമൊക്കെ ഇവിടെ നടപ്പായി. ഇവിടെ കൊച്ചിക്കാനുള്ള കാര്യം പറയാം. എല്ലാ സ്ഥലത്തും അല്ല. ഈ കാന്തപുരം ഉസ്താദ് ശക്തമായ പ്രബോധനത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ടാണ് അഹ്ലുബൈത്തിനെ കൈപിടിച്ചുയർത്തി, ഉലമാഇനെ കൈപിടിച്ചുയർത്തിയതുപോലെ അദ്ദേഹം വലിയ വിശ്വാസാലിയായ പണ്ഡിത വലിയനാണ്. പുസ്തകം ഈ അഹ്ലുബൈത്തിനെയും കൈപിടിച്ചുയർത്തി. എനിക്കും വേറെ തങ്ങൾക്കും 10 രൂപ കൊടുക്കണമല്ല വിഷയം. അവരുടെ വ്യക്തിത്വവും അസ്തിത്വവും ചോദ്യം ചെയ്യാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കും. അത് വലിയ അനുകൂലമായ ഫലങ്ങൾ അഹ്ലുബൈത്തിനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ചാടി വീട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ, വിശ്വാസികൾ ഈ സമൂഹത്തിലുണ്ടായി. ആ അതവസാന നാൾ വരെ ഉണ്ടാകും. അഹ്ലുബൈത്തിന്റെ നാമവും കുറിയും ഇവിടെ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് വരെ ആ സന്ദേശം നിങ്ങൾ പകർന്നു കൊടുക്കണം. അഹ്ലുബൈത്ത് സ്നേഹം, ഖുർആൻ പാരായണം ഇതൊക്കെയാണ് അഹ്ലുബൈത്തിനെ പറയുന്നത്. അഹ്ലുബൈത്തിനൊക്കെ പുതിയ അർത്ഥ വായന നൽകുന്നവരാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പാകിസ്ഥാനം പോകുമെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. അതിലൊന്നും ഖാദിയായിട്ടിരിക്കണമെങ്കിൽ തന്നെ ആദർശമുള്ള ആർജവമുള്ള ഖാദിയാണ്.
അത് ഞാൻ എവിടെയും ഉച്ചിഷ്ടം പ്രഖ്യാപിക്കും. എൻ്റെ പേര് അങ്ങനെ പോകണമെങ്കിൽ പോയിക്കോട്ടെ, എല്ലാവരുടെയും കാര്യം ശരിയാണ്. പക്ഷേ എല്ലാവർക്കും ഒപ്പിച്ചെന്നും പറയാനും എല്ലാം ചെറുപ്പത്തിൽ അത് ഈ അഹ്ലുസുന്നത്തി ജമാഅത്തിന്റെ സ്മരണയിലൂടെയാണ് വന്നത്. എൻ്റെ പൂർവികരെ, എൻ്റെ ഉസ്താദുമാർ, പിന്നെ ഞാൻ അസം ഉസ്താദിൻ്റെ പുതിയ ആരാണ്, ഞാൻ ആലപ്പുഴ വെച്ച് പ്രസംഗം കേട്ടിട്ടുണ്ട്. എൻ്റെ BK അവിടെ പരിപാടിയൊക്കെ പ്രസംഗം അവിടെ പഠിച്ചത് അവരുടെ കൂട്ടിലാണ് മുഹമ്മദ് ഉസ്താദ്. അവർ നമ്പറുള്ള മറാഠികൾ, അവരുടെയൊക്കെ വലിയ മഹാൻ വലിയ അവർ വലിയ ഈമാനികമായ ചൈതന്യം വർദ്ധിപ്പിക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിരൽ ചൂണ്ടിട്ട് സംസാരിക്കും വിചാരിക്കുന്നതെങ്കിൽ അതാണ് നമുക്ക് പകരുന്നത്. അതൊന്നും മനസ്സിൽ പോകുന്നില്ല. ആദർശം പഠിച്ചിട്ടാണ് നമ്മുടെ ഉസ്താദുമാരെ പഠിപ്പിച്ച തരത്തിലൊക്കെ പോകുമ്പോഴല്ലേ ഞാൻ പറയും നമ്മെ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ, ഹക്കിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ തന്നെ ഈ കൂടുതൽ പറയാൻ നമ്മുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന നമ്മുടെ ആദരണീയനായ അഹമ്മദ് സഖാഫിയോട് അദ്ദേഹം സംക്ഷിപ്തമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. ഒരുപാട് സമയത്തെന്ന് പറഞ്ഞു കേൾക്കാൻ നമുക്ക് നോക്കിയിട്ട് നൽകുമാറാകട്ടെ. അപ്പൊ ഇതിന് ഇപ്പൊ നമുക്കൊരു തങ്ങമാർക്ക് കിട്ടി, അതുപോലെ തന്നെ മറ്റ് വേറെ വല്ല പൈസ ഒക്കെ ഉണ്ടായിട്ടില്ലേ എങ്കിൽ അതൊക്കെ വല്ല സവാബിന് അർഹമാണ്. ഇപ്പൊ പ്രധാനമന്ത്രി ഉദ്ദേശിച്ച അതൊക്കെ നടക്കും കൂടി ആലോചിച്ചാൽ ഉണ്ടെങ്കിൽ അത് വെച്ച അല്ലേ അല്ലേ അത് കൊടുത്ത് സഹായിച്ച ആളുകൾക്ക് വലിയ പ്രഭാവങ്ങളൊന്നും നൽകട്ടെ. ഈ കൊറോണ കാലമാണ്, ഈ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രവർത്തിച്ചുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ ജനാൽമകനി ഉസ്താദിനും മറ്റു ഉസ്താദുമാർക്കും കുടുംബസമേതം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യീൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله العظيم. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. توسلنا لمنان بطه خير عدنان وآل صحب شجعان ومحي الدين جيلاني. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. അഭിനന്ദനായ നമ്മുടെ എല്ലാ അഭിമാനവും ആഭിജാത്യവും അന്തസ്സും തേജസ്സുമായ സയ്യിദ് ശാന്തി മറ്റു സാധാരണങ്ങളെ ബഹുമാന്യരായ ഹയാത്തുൽ ഇസ്ലാമിന്റെ ജീവനാടിയായ ജലാലുദ്ദീൻ മദനി ഉസ്താദുകൾ, മറ്റു ഉസ്താദുമാരെ, ഇതിന്റെ സാന്നിധ്യങ്ങളും സഹചാരികളുമായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റബീഉൽ അവ്വൽ വിടവെച്ചു റബീഉൽ അവ്വലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പുണ്യ രാത്രിയിലെ ഇഷ്ഖ് റസൂൽ സംഗമവും
അഹ്ലുബൈത്തിനെ ആദരിക്കുന്ന ഈ മഹാ സംരംഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും പരിപൂർണമായ പൊരുത്തം നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഉപാധികൾ, ബന്ധുമിത്രാദികൾ, സർവ്വ സത്യവിശ്വാസികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മം കൊണ്ട് ധന്യമായ റബീഉൽ അവ്വൽ നമ്മളോട് യാത്ര പറയുമ്പോൾ മഹാനായ മുഖബുൽ അമത്താബ് റസൂലുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ചെയ്തവരുടെ നിലക്കാത്ത സ്മരണയുമായി റബീഉൽ ആഖിർ നമ്മിലേക്ക് കടന്നു വരികയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം അറിയാൻ ശ്രമിച്ചവരും ആവാഹിച്ചവരും ശാരീരികമായും മാനസികമായും നിബിധങ്ങളെ നെഞ്ചേറ്റിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകളോടെല്ലാം അവിടുത്തെ ആഹ്വാനം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്. മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബാദികളിലാണ്. അവിടെയാണ് നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിയുന്നത്. നബി തങ്ങളെ അന്വേഷിക്കുന്നവരെല്ലാം എത്തിപ്പെടുന്ന ഇടം അവിടുത്തെ കുടുംബമാണ്. ആ കുടുംബത്തിലൂടെ അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാപിക്കാൻ സാധ്യമല്ല എന്ന സത്യം നമ്മോട് വിളിച്ചു പറഞ്ഞത് നബി തങ്ങളെ പ്രാപിക്കാൻ ശ്രമിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേരത്തെ പറഞ്ഞ അഹ്ലുബൈത്ത് വിരോധം ഇസ്ലാമിനോടുള്ള വിരോധം മാത്രമാണ്. ഇവിടെ ഇസ്ലാമിനെ ഏറ്റവും അധികം ശക്തിപ്പെടുത്തിയതും നിലനിർത്തിയതും അഹ്ലുബൈത്താണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ അധ്യായങ്ങൾ അവതരിപ്പിച്ച അതിമഹത്തായ പ്രതിരോധ സമരമായിരുന്നല്ലോ ബദർ. ആ ബദറിന്റെ പോർക്കളത്തിൽ നാം കാണുന്നത് അഹ്ലുബൈത്തിന്റെ ധീരമായ ചെറുത്തുനിൽപ്പും പ്രതിരോധവും. ശത്രുക്കളിൽ നിന്ന് വലിയ വമ്പന്മാർ ആക്രോശം ഉയർത്തപ്പോൾ, ചന്ദ്രഹാസമിളക്കിയപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി കടന്നു വന്നത് മഹാനായ സയ്യിദുനാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ഉബൈദ റളിയല്ലാഹു അൻഹു. ആ മൂന്ന് മഹാസാരഥികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമാണ്. അവരുടെ പ്രതിരോധമായിരുന്നു ബദറിൽ നാം ആദ്യം കാണുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മാർഗത്തിൽ മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ അർപ്പണവും സമർപ്പണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ രാവിലെ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുടെ വിടവാങ്ങലിന്റെ ഇലാവാണ്. മഹാനുഭാവങ്ങൾ 94 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ ജീവിച്ചു. ധാരാളം ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ പ്രബോധനവുമായി പ്രയാണം നടത്തി. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നൂറാകുന്ന ഇൽമ് 23 വർഷം ദർസിൽ മാത്രമായി പഠിച്ചു. 16-ാം വയസ്സിൽ ജ്യേഷ്ഠന് വേണ്ടി നിശ്ചയിച്ച ബീവിയെ വിവാഹം കഴിച്ചുകൊണ്ട് വൈവാഹിക ജീവിതത്തിന് ശേഷവും വൈജ്ഞാനിക രംഗത്ത് യാതൊരു വൈമുഖ്യവും ഉണ്ടാവുകയില്ല എന്ന് തെളിയിച്ച് മഹാനായ ഖാത്തിമത്തുൽ മുഹമ്മദ് അഹ്മദ് ബിൻ ഹൈദരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രൗഢമായ തുഹഫത്തുൽ മുഹത്താജ് എന്ന ഗ്രന്ഥം ഒരു വരി പോലും നോക്കാതെ നടന്നും നിന്നും ഇരുന്നും ദർസ് നടത്തി അത്ഭുതം ചെയ്ത മഹാൻ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമുകൾ അങ്ങേയറ്റം ആവാഹിച്ചു. നമ്മുടെ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയൊരു വേലിയേറ്റവും മുന്നേറ്റവും നടത്തിയത് മഹാനായ താജുൽ ഉലമയുടെ ധീരമായ നിലപാടായിരുന്നു. ഞാൻ ഏക ലഭ്യനാണെങ്കിലും, ഞാൻ ഏകാഗ്നിയാണെങ്കിലും ഈ
സംരംഭത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല എന്ന് ഉജ്ജ്വലമായി പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമയുടെ സാരഥിയായി ലോകത്തോട് വിടപറഞ്ഞ മഹാൻ, ഈ രാജ്യത്ത് ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് നടത്തിയ സേവനങ്ങൾ ആർക്കാണ് അറിയാത്തത്? ഇങ്ങനെ നാം പരിശോധിക്കുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ബദറുൽ സാദാത്ത് ഇബ്രാഹിം ബുഖാരി തങ്ങൾ അവിടെ നടത്തുന്ന വൈജ്ഞാനിക സേവനം അഹ്ലുൽ ബൈത്തിൽ മാത്രമായി തങ്ങന്മാർക്ക് തങ്ങന്മാരെ പഠിപ്പിക്കുക എന്ന ഒരു വലിയ ഒരു മാതൃക ആഭിജാത്യമാണെന്ന് പറഞ്ഞു അത്രേ. ഇവിടെ ഒരിക്കലും എല്ലാവരും തുല്യരാണെന്ന് വെറും തുല്യത. ഈ അടുത്ത യുക്തിവാദികൾ ഏറ്റവും ഒരു യുക്തിവാദി അദ്ദേഹം സംസാരിച്ച ജനാധിപത്യമായിട്ട് ഞങ്ങൾ സംസാരിക്കണം, ജനാധിപത്യ മൂല്യങ്ങൾ നേടിക്കൊണ്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എല്ലാവരും തുല്യരാണ്, ആർക്കും പ്രത്യേകതയൊന്നുമില്ല. അതെങ്ങനെയാ പറയുന്നത്? പ്രധാനമന്ത്രിക്ക് പ്രത്യേകത, പ്രധാനമന്ത്രിയുടെ അധികാരസ്ഥാനം മുഖ്യമന്ത്രിക്ക് കിട്ടും. വ്യത്യസ്തമാണില്ല. മനുഷ്യനെ അള്ളാഹുവിനെ അങ്ങനെ പഠിച്ചത്. മനുഷ്യരെ എല്ലാ ജീവികളിലും വൈവിധ്യവും അള്ളാഹുത്താല പ്രകൃതിപരമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ അഹ്ലുൽ ബൈത്ത് അതുപോലെ സാധാരണക്കാരുടെ സ്ഥാനമാണോ പണ്ഡിതന്മാർക്കുള്ളത്? ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് അള്ളാഹുത്താല സൃഷ്ടിച്ചത്. എന്റെ അതേ ശബ്ദമുള്ള ഒരാളെയും അള്ളാഹു പഠിച്ചിട്ടില്ല. എന്റെ അതേ ഗന്ധമുള്ള ദുർഗന്ധമായിരിക്കും ഉള്ള ഒരാളെയും അള്ളാഹു പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മണം പിടിച്ചുകൊണ്ട് നായകൾ കുറ്റവാളികളെ കണ്ടെത്തുന്നത്. എല്ലാം വൈവിധ്യമാണ്, തുല്യമായി ഒരാളുമില്ല. എല്ലാം വ്യത്യസ്തമാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം. ആ കേവലമായ വിഷയം പോലും മനസ്സിലാക്കാതെ എല്ലാം തുല്യമായി കാണുന്നവർ കല്ലൊക്കെയും കല്ലെന്നു നാം ധരിക്കുന്നതാ, യാബോത്ത് കല്ലാണെങ്കിലും സീറ്റുള്ളതാ. അഹ്ലുബൈത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തഴവസ്താദ് പറഞ്ഞു, റബ്ബിന്റെ റയ്ഹാൻ ഭൂമിയിൽ അവരാണ്, ഈസബിൻ ഹജ്ജാജ് എന്നവർ ഖൗലാണ്. നാം സേവനം ചെയ്യേണ്ടതാണ് അങ്ങോട്ട്, അതവുള്ളതല്ലത് തേടലും ഇങ്ങോട്ട്. ശൈഖുൽ മശായിഖ് തന്നെ എന്നാലും അത് അനുയോജ്യമല്ലെന്നാണ് നിയമമുള്ളത്. ഒരു സയ്യിദിനോട് എന്തെങ്കിലും കൊണ്ട് ചെയ്തു തരാൻ പറയുക എന്നത് ശൈഖുൽ മശായിഖ് ആണെങ്കിൽ പോലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്താബുകളെ നിശ്ചയിച്ചപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും സയ്യിദുമാരാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഖത്താബ് റസൂലുൽ അലം വഹിദ് ശൈഖ് റളിയല്ലാഹു അൻഹു അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ജതമഅ. ബഹുമാനപ്പെട്ട ഐദുൽ സദഖത്തുകളും ബഹുമാനപ്പെട്ട ഔത്തുലാനെ പോലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വഴി രണ്ട് പരമ്പരയിലൂടെയും റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തുന്നതാണ് എന്ന് മഹാനായ അങ്ങനെ മഹാനായ അഹ്ലുബൈത്തിൽപ്പെട്ട പ്രധാന കണ്ണിയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അഖ്താബിൽ വാഴ്ത്തപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ മദബി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അഖ്താബുൽ മഹാഭൂരിപക്ഷവും അഹ്ലുബൈത്താണ്. അങ്ങനെ ആലിമീങ്ങളും ഔലിയാക്കളിൽ മഹാഭൂരിപക്ഷവും അഹ്ലുബൈത്താണ്. ഈ ഒരു മഹത്വം നമുക്ക് ആർക്കും കിട്ടൂല. എത്ര പ്രസംഗിച്ചാലും പ്രവർത്തിച്ചാലും അധ്വാനിച്ചാലും പ്രാർത്ഥിച്ചാലും ലഭിക്കാത്ത ഒരു മഹത്വമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിൽ പെടുക എന്നത്. ആ മഹാഭാഗ്യം സിദ്ധിച്ച ആളുകൾ, അവരോട് നമുക്ക് ഏറ്റവും അധികം ബന്ധവും കടപ്പാടുമുള്ളവരാണ്. നാം അവരോടാണ് ചോദിക്കേണ്ടത്, അവരിൽ നിന്നാണ് കേൾക്കേണ്ടത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആലുൻ നബിയ്യ റബീഅത്തി വഹുമു ഇലൈഹി വസീലത്തി അർജു ബിഹിം മുൽഖാദ ബിയദിൽ യമീനി സഹീഫത്തി. ഭൗതിക പ്രതിസന്ധികളെല്ലാം ക്ഷണഭംഗുരമാണ്. ഈ മഹാമാരി അതെന്താകും, പ്രശ്നമുണ്ടാകും, അതെല്ലാം തീരും. എന്നാൽ ആത്മീയ അല്ലെങ്കിൽ അഭൗതികമായ പാരമ്പര്യ ലോകത്തുള്ള പ്രതിസന്ധി അത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നാണല്ലോ ഏഴ് ലഭിക്കുന്ന രംഗം. മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടെ നിന്റെ നയനങ്ങൾ ഉറങ്ങാറില്ല, നയനങ്ങൾ ഉറങ്ങും, മനസ്സുറങ്ങാറില്ല.
റസൂലുള്ളാഹിനെ ഓർക്കുമ്പോൾ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ അവിടുത്തെ കോമളവചനത്തിൽ വന്ന് വീണു. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ആയിഷ, ആയിഷ എന്താ നീ കരയുന്നത്? നിന്നെ കരയിപ്പിച്ച വസ്തു എന്താണ്? റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, നാളെ പരലോകത്ത് അവിടെ വരുമ്പോ അങ്ങ് ഞങ്ങൾ ഓർക്കുമോ? ഇന്ന് എന്റെ മടിത്തട്ടിൽ എനിക്ക് മനോഹരമായി എന്നെ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. പരലോകത്ത് വെച്ച് ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഓർക്കുമോ? അമ്മാ ഫീ സലാസത്തി മവാഖിന ലാ യദുറു അഹദൻ അദാ. മൂന്ന് സ്ഥലങ്ങളിൽ ഒരാളെയും ഓർക്കില്ല ആയിഷ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് 7 നൽകുന്ന സമയം. നമ്മുടെ എല്ലാ നന്മതികളുടെ റെക്കോർഡ് നമ്മുടെ കയ്യിലേക്ക് തരുന്ന സമയം പ്രതിസന്ധി ഏറ്റവും വലിയ മഹാപ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സുരക്ഷ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് ഞാൻ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പരലോകത്ത് എന്റെ വലത് കൈയിൽ എടുക്കിട്ടാൻ ഈ അഹ്ലുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പാരത്രിക പ്രതിസന്ധിയിൽ ഏറ്റവും മഹാപ്രതിസന്ധിയുടെ സമയത്തും നമുക്ക് ഏറ്റവും നല്ല പരിഹാരവും സുരക്ഷയും മഹാന്മാരായ അഹ്ലുൽ ബൈത്താണ് എന്ന് പഠിപ്പിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടുന്നില്ല, അഹ്ലുൽ ബൈത്താണ് നമുക്ക് എല്ലാ രംഗത്തും സുരക്ഷ. മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുമ്പിൽ ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ജുദ്ദുൽ ജുനാദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം വദാൻ താഴ്വരയിലെ ഗഫാർ ഗോത്രത്തിന്റെ തലവനായിരുന്നു. ഒരുപാട് ഭൂപ്രദേശങ്ങളും ഒരുപാട് കെട്ടിടങ്ങളുമെല്ലാം ഉണ്ടായിരുന്ന അദ്ദേഹം എല്ലാം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ത്യജിച്ചു. മഹാനുഭാവൻ കഅബത്തുൽ മുശറഫയുടെ കവാടത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഗമനീയമായ വാക്കുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അലാ ഇന്ന മസല അഹ്ലിൽ ബൈതി ഫീകും കമസലി സഫീനത്തി നൂഹ്. നിങ്ങൾ അറിയണം, നിങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന്റെ ഉപമ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ. ആ കപ്പലിൽ ആരെങ്കിലും ആ കപ്പലിൽ കയറിയാൽ അവൻ രക്ഷപ്പെട്ടു, വിജയിച്ചു. ആരെങ്കിലും ആ കപ്പലിൽ കയറാതെ മാറി നിന്നാൽ അവൻ പരാജയപ്പെട്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കപ്പലിന്റെ ഉപമയാണ് എന്റെ റസൂലുള്ളാഹിയുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഉപമ. റകിബതു അലസ്മില്ലാഹി ഫീ സൂഫുനിൻ നജാ വഹും മാലു ബൈത്തിൽ മുസ്തഫാ ഖാതിമർ റസൂലി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ അഭിനയത്തോടുകൂടി ആ വിജയത്തിന്റെയും സുരക്ഷയുടെയും കപ്പലുകൾ ഞാൻ കയറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് ആ കപ്പലിൽ ഞാൻ കയറിയെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ആ 10 സമയം നൂഹ് നബിയുടെ കപ്പലാ ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്സിലാ. തഴവാസ്താദ് വളരെ വാചാലമായി അഹ്ലുബൈത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടണോ പരലോകത്തിൽ രക്ഷപ്പെടണോ അഹ്ലുബൈത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. നബി തങ്ങളിലേക്ക് എത്താൻ റസൂലുള്ളാഹിയുടെ കുടുംബത്തിലൂടെ അല്ലാതെ സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അഹ്ലുബൈത്തിനെ പിടിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്കും അനുഭവങ്ങൾ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ശാസ്ത്രി സാദാത്തുക്കളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായി ആലപ്പുഴയിലെ കുന്നുപുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് ചെറിയൊരു കുറിച്ചുണ്ടായപ്പോൾ സ്വന്തമായി രാജിവെച്ചു. അങ്ങനെ വന്ന് അന്ന് മുത്തലഭിമായിട്ട് ഞാൻ നേരെ വന്നത് ശാസ്ത്രി സാദാത്തുക്കളുടെ മത്താവിന്. അവിടെ ഒന്ന് ദുആ ചെയ്തു. ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിന് ഒന്നാമത്തെ അനുഭവം ചന്ദ്രൂർ പള്ളിയിൽ
ഒരൊറ്റ ഹുതുബയെ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. അത് ആ ആഴ്ചയിലായിരുന്നു. ഞാൻ കുന്നുപുറത്ത് നിന്ന് മാറിയ ആഴ്ചയിൽ ആ വെള്ളിയാഴ്ച എന്തോ കാരണത്താൽ ഖത്തീബും അതുപോലെ അസിസ്റ്റന്റും ആരുമില്ലാത്ത ഒരു സന്ദർഭം ഉണ്ടായി. അന്ന് ഞാനവിടെ ചന്ദ്രപള്ളിയിൽ ഹുതുബ ഓതി. പക്ഷെ ജുമാക്ക് പ്രസംഗിച്ചിരുന്നില്ല. പ്രസംഗം ഉള്ള സമയമാണ്. പ്രസംഗിക്കാതെ തന്നെ ഹുതുബ ഓതി. പിറ്റേ ആഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗലവി ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു നമ്മുടെ നാടിന്റെ എല്ലാം വൈജ്ഞാനിക രംഗത്തും ആത്മീയ രംഗത്തും ഇന്നും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മൗലവി ബുഖാരി തങ്ങളുടെ പേരിലുള്ള ആ ദർസിലാണ് ഞാൻ പിന്നീട് മഹാനായ ശൈഖുന നിർദ്ദേശിച്ചനുസരിച്ച് എത്തിപ്പെടുന്നത്. മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ കറാമത്ത് തന്നെയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് എപ്പോഴും പറയാറുള്ളതാണ്, ചന്ദ്രൂരിലെ ഒരു ഖത്തീബ് ഇടക്കാലത്ത് അദ്ദേഹം അവിടെ നിൽക്കാൻ തയ്യാറായി വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ ഉസ്താദിന്റെ വണ്ണം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അല്ലാഹു രണ്ടുപേരെയും തലചോദിക്കുമാറാവട്ടെ, രണ്ടുപേരെയും കാണുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം കണ്ടു. അബൂബക്കർ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ വഴുതല മഹലിൽ പറഞ്ഞു, അവിടെ പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അന്നൊക്കെ എന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈൻ മാറിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ മഹാന്മാരായ നമ്മുടെ മശായിഖുമാർ പഠിപ്പിച്ചതാണ് മഹാന്മാരായ സാദാത്തുക്കളെ അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട സുൽത്താനുള്ളവയെ കുറിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് അവസാനത്തെ ഞങ്ങളുടെ ചികിത്സ നിർത്തങ്ങളിൽ അതിൽ വെച്ച് ബഹുമാനപ്പെട്ട അനേകത്തിൽ ഞങ്ങൾ ഗദ്ഗതകണ്ഠനായി പറഞ്ഞത്, ഞാനും തങ്ങളുടെ ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാരിൽ തുടങ്ങിയത്. എനിക്ക് ഇവിടെ മാത്രം പോരാ, ഏപ്പിയുമായി എനിക്ക് സ്വർഗത്തിലെത്തണം. അതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് മഹാനായ വീരത്തിൽ അല്ലാഹു തെരഞ്ഞെടുക്കുമാറാവട്ടെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അവിടെയെല്ലാം വിജയത്തിന്റെ പിന്നിൽ അതാണ്. ഇന്ന് ജാമിയ വില്യയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ഖത്തീബ് അവர்கள் പറഞ്ഞത്, ഈ സ്ഥാപനത്തിന്റെ വിജയം അഹ്ലുബൈത്തിന്റെ വിജയമാണ്, അഹ്ലുബൈത്തുകാരനാണ്. കാരണം ആ സ്ഥലം വളരെ ചതുപ്പ് പ്രദേശമായിരുന്നു. എന്തോ പുല്ലിന്റെ പേര് പറഞ്ഞു, പശുവിനും ആടിനൊന്നും വേണ്ടാത്തൊരു പുല്ല്. ആ പുല്ല് നിറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ ആദ്യം വന്ന് ദുആ ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട PMS തങ്ങളുടെ പിതാവ് അവിടെ നിന്ന് ദുആ ചെയ്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മഹാനുഭാവം കല്ലിടുന്നത്. അതുകൊണ്ട് തന്നെ ആ അഹ്ലുബൈത്തിന്റെ കറാമത്താണ് ഇപ്പോഴും അവിടെ ഉള്ളത് എന്ന് നമ്മുടെ ഖത്തീബ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹുസൈൻ പറഞ്ഞത് രാവിലെ ഞങ്ങൾ കേട്ടതാണ്. അങ്ങനെയുള്ള അഹ്ലുബൈത്താണ് നമുക്ക് എല്ലാ വിജയത്തിന്റെ നിദാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്ന വളരെയേറ്റം സന്തോഷിപ്പിക്കുന്ന സദസ്സ് സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടി വീട് നിർമ്മിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഹയാത്തുൽ ഇസ്ലാമിനെ അല്ലാഹു ഉത്തരവാദിത്തമാവട്ടെ. മഹാന്മാരായ മശായിഖുമാർ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ്, മഹാനായ റഷീദ് മുഹമ്മദ് അബ്ദുൽ മജീദ് ഫൈദി നബറല്ലാഹു മഹാനുഭാവൻ, അവർ രണ്ടുപേരുടെയും എല്ലാം ആത്മീയ സാന്നിധ്യവും സന്തോഷവുമുള്ള സദസ്സാണ്. അല്ലാഹു നമ്മുടെ എല്ലാ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാം ആഫിയത്ത് നൽകി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على النبي البشير الداعي إليك بإذنك السراج المنير. يا رحمن يا الله يا فتاح يا الله.
لا إله إلا الله يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله അല്ലാഹു റബ്ബുൽ ആലമീനായ നമ്പുരാൻ നമ്മുടെ ഈ ദൗത്യം പരിപൂർണതയിൽ പെടുത്തുമാറാകട്ടെ. മുനാറമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പാരമ്പര്യം, കുടുംബ പരമ്പര, അതിൽപ്പെട്ട സാദാത്യങ്ങൾക്ക് വേണ്ടി സമയബന്ധിതമായി ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നാഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശൈഖുന കൊച്ചുകുളങ്ങര അബൂബക്കർ ഉസ്താദ് അവർകൾ വടുതല മഹാനോരുള്ള റൂഹിനും ഖബറിനും ഉലമാഉൽ ഉഖ്റവിയായിൽ ഉന്നതമായ പദവി അള്ളാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ ഹയാത്ത് കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അനാഥാഗതി സംരക്ഷണത്തിന്റെയും മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സദാത്യങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിൽ അവിടുന്ന് തുടക്കം കുറിച്ച ഒരു മകൾ പ്രസ്ഥാനമാണ് ഹയാത്തുൽ ഇസ്ലാം സംഘപ്രവർത്തനം. സംവത്സരങ്ങൾ പിന്നിട്ട അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുന്ന് നട്ട് മുളപ്പിച്ചെടുത്ത ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ചെടി ഇപ്പോൾ വൻ വൃക്ഷമായി പടർന്നു വന്നിരിച്ച് അതിൻ്റെതായ ഫലം ആശാവഹമായ രീതിയിൽ പലരും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അതിൻ്റെ ചുവട് പിടിച്ചാണ് ബഹുമാനപ്പെട്ട മഹാനായ മർഹൂം അബ്ദുൽ മജീദ് വൈസി ഉസ്താദ് അവർകൾ അവിടുത്തെ റൂഹിനും ഖബറിനും ഉലമാഉൽ ഉഖ്റവിയയിൽ അല്ലാഹു തആല ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേക പരിഗണനയിൽ അഹ്ലു ബൈത്തിന് ഒരു അഭയം, അഹ്ലു ബൈത്തിന് ഒരു സംരക്ഷണം എന്നുള്ള പ്രമേയത്തിൽ നബി കുടുംബത്തിനൊരു ഹെൽപ്പ് ഡെസ്ക് ഒരു രൂപം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഉദാത്തമായിരിക്കുന്ന പ്രവർത്തനം, അതിൻ്റെ 3-ാം വാർഷികമാണ് ഇപ്പോൾ നാം ഓരോരുത്തരും ആഘോഷിക്കുന്നത്. ഹുബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് മഹബത്ത്, മഹബത്ത് പരിപൂർണമായി തീരുന്നത് അവിടുത്തെ മക്കൾക്ക് മഹബത്ത് കൊടുക്കുമ്പോഴാണ്. അവിടുത്തെ മക്കളാകുന്ന നബി കുടുംബത്തിന് നാം സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുമ്പോഴും സഹായഹസ്തം നീട്ടുമ്പോഴും ആദരവുകൾ നൽകുമ്പോഴും ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴും അവരുടെ ഇല്ലായ്മയിൽ പരിഹാരം കാണുമ്പോഴും തുടങ്ങി ദേഹവും ദേഹിയും എന്നതുപോലെ നാം ആകുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, നാമും അഹ്ലു ബൈത്തുമാകുന്നതായ ബന്ധം അഭേദ്യമായ ബന്ധമാണ്. ഇന്ന് പല നാടുകളിലും പല ഹൃദയങ്ങളിലും ആ ബന്ധം തീരെ ഇല്ലാതായിരിക്കുന്നു. നഊദു ബില്ലാഹ്, പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ.
അത് ഈമാന്റേതായ നഷ്ടമാണ്. ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ പുനഃപരിശോധനയ്ക്ക് സമയം കണ്ടെത്തണം. കാരണം നബി കുടുംബത്തിനെ വെറുക്കുക എന്ന് പറയുന്നത് നബി കുടുംബവുമായി അകന്ന് കഴിയുക എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുക്കുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അകൽച്ചയുമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളുൻ, ഓ അഹ്ലു ബൈത്തിന്റെ സാരഥികളായ തങ്ങന്മാരെ, സയ്യിദന്മാരെ, നേതാക്കന്മാരെ, നിങ്ങളെ സ്നേഹിക്കൽ ഞങ്ങൾക്ക് ഫർളാണ്. നിങ്ങളെ സ്നേഹിക്കൽ നാം ഓരോരുത്തർക്കും ഫർളാണ്. ഈ വിളംബരം അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ ഖുർആൻ ശരീഫിൻ്റെതായ വിളംബരമാണ്. അഹ്ലു ബൈത്തിനെ മഹബത്ത് വയ്ക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദന്മാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ഒരു മാസ കാലഘട്ടത്തിന്റെ സംതൃപ്തമായിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുകയാണ്. അതിലൂടെ നമ്മുടെ നാട്ടിനും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും അല്ലാഹു തആല വലിയ വലിയ ബർക്കത്തുകൾ നൽകുക തന്നെ ചെയ്യും. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. നമുക്കെല്ലാം സുപരിചിതമായ ആയത്ത് ശരീഫയാണത്. അതിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിതം പരിപൂർണമാക്കിയ സഹാബത്ത് റളിയല്ലാഹു അൻഹും മഹാന്മാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് റഹമാഉ ബൈനഹും എന്നുള്ളതിലൂടെ അല്ലാഹു തആല ആശീർവദിക്കുന്നത്. അല്ലാഹു തആല ആശീർവദിക്കുകയാണ്. സാന്ത്വന പ്രവർത്തനങ്ങൾ, സാധു സംരക്ഷണ മേഖലകൾ, വരഞ്ഞവർക്ക് അഭയം കൊടുക്കൽ തുടങ്ങിയത് അതാണ് ഈമാൻ. ഈമാനിന്റെ മാധുര്യമാണത്. ഈമാനിന്റെ മാധുര്യം ഇത്യാദി പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഈ മഹത് കർമ്മം ഏറ്റെടുക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യത്തിന് അഹ്ലു ബൈത്തുമായി നാം ഓരോരുത്തരും സ്ഥാപിക്കുന്ന ഈ അടുപ്പം കൂടിയേ കഴിയൂ. അതിനുള്ള ഒരു വസീലയാണ് ഈ പ്രവർത്തനം. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഈ വന്നതായ സൗഭാഗ്യം ഒരു വലിയ സൗഭാഗ്യമാണെന്ന് നല്ല മനസ്സോടുകൂടി കരുതുകയും തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് കവാടം തുറന്ന് തെരുമാറാകട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ
താല്പര്യപ്പെട്ടതനുസരിച്ച് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. പാരാവാരം കണക്കെയാണ് അഹ്ലു ബൈത്ത് കിടക്കുന്നത്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കും കടക്കുന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലാണ് ഈ ഉമ്മത്തിൽ അഹ്ലു ബൈത്തിന്റെ സ്ഥാനം. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അന്ന് ആ കപ്പൽ ഉണ്ടായതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതേപോലെ ഈ കാലഘട്ടത്തിൻ്റെ 1000 ദുരിതങ്ങളും ദുരന്തങ്ങളും നടമാടുമ്പോൾ രാജനായ റബ്ബിൻ്റെതായ പ്രത്യേക നോട്ടവും സഹായവും കാവലും രക്ഷയും നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്നത്, നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്നത്, നമ്മുടെ മഹലിനുണ്ടാകുന്നത്, നമ്മളുടെ നാട്ടിലുണ്ടാകുന്നത് അഹ്ലു ബൈത്താകുന്ന ഈ മഹാന്മാരെ കൊണ്ടാണ്. അപ്പോൾ അഹ്ലു ബൈത്തുമാകുന്ന മഹാന്മാരുടേതായ സാന്നിധ്യമുള്ള വടുതല പ്രദേശം പാണ്ഡിത്യം കൊണ്ടും പണ്ഡിതന്മാരെ കൊണ്ടും സാലിഹ്യങ്ങളെ കൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലമായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പാരമ്പര്യം അല്ലാഹു തആല തലമുറകളിലൂടെ ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തി തിരുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഗുണപാഠങ്ങൾ കൈമാറി തന്നുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, ആത്മീയ നേതാക്കളായ ശൈഖുമാർ, ഉസ്താദുമാർ, അവർക്കെല്ലാം ഇതിൻ്റെ മെതിരെ സവാബ് അല്ലാഹു തആല അവരുടേതായ റൂഹുകൾക്കും ഖബറുകൾക്കും ദായിമാക്കുമാറാകട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തന നിലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജലാലുദ്ദീൻ മദനി ഉസ്താദുകൾ, മുസ്തഫ സഖാഫി തുടങ്ങി ഒരുപറ്റം നല്ല ശക്തമായ നേതൃത്വമാണ് എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുരാരോഗ്യം ആഫിയത്തും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്കും നൽകി അനുഗ്രഹിക്കുകയും ഇന്ന് ഈ വിതരണം ചെയ്യാൻ പോകുന്ന ഈ സഹായത്തിൽ ആരൊക്കെയാണോ അംശം ചേർന്നിട്ടുള്ളത് അവർക്കെല്ലാം അബ്ദുല്ലാഹി തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ജോലി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഹാബി വൽ ആഫാത്ത് وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك إلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة بعد الممات. اللهم إنا نسألك ونتوسل إليك باسمك العظيم وبجاه نبيك سيدنا المصطفى محمد صلى الله عليه وسلم وبسائر ساداتنا الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا رضي الله عنهم أجمعين خاصة سيما بحقوق ساداتنا آل النبي أهل بيت رسول الله صلى الله عليه وسلم. نسألك رضاك برضاهم وحبك بحبهم يا ذا الجلال والإكرام. اللهم اجعلنا يا ربنا في رعاية ساداتنا الكرام. اللهم اجعلنا يا ربنا في ضمان ساداتنا الكرام. اللهم اجعلنا يا ربنا في حماية ساداتنا الكرام. اللهم اجعلنا يا ربنا في تربية ساداتنا الكرام. اللهم اجعلنا معهم وفيهم برضاك يا أرحم الراحمين. കരുണക്കടലായ രാജസീതായ ജമാനായ നാഥ, ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
മുത്ത് ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ഈ അമാനത്ത് ആകുന്ന അഹ്ലു ബൈത്തിനെ വേണ്ട വിധത്തിൽ പരിചരിക്കാനും പരിപാലിക്കാനും അവർക്ക് വേണ്ടുന്ന ഹിദ്മകൾ ചെയ്യാനും നല്ല പരിപക്വമായ ഹൃദയത്തിന്റെ പരിശുദ്ധി, നല്ല സന്മനസ് ഞങ്ങൾക്കെല്ലാം നീ നൽകണേ തമ്പുരാനെ. അതുപോലെ ചെയ്തു കൂട്ടുന്ന മുഴുവൻ പാവങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമല്ല. അറിഞ്ഞും അറിയാതെയും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകാല അവയവങ്ങളെ കൊണ്ടും ഞങ്ങൾ ചെയ്യുന്ന ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ല. ഞങ്ങളെ യോഗ്യരാണ് തമ്പുരാൻ, ഞങ്ങളുള്ളവരല്ല അല്ല. എന്നാൽ നിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ വളരെ കൂടുതൽ ആശീർവദിച്ചു പറഞ്ഞ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിൻ്റെതായ ഷഹാദത്ത് കൊണ്ട് കൊടിയ പാവികളായ ഞങ്ങളുടെ പാവങ്ങൾ പുറത്ത് സൗമന്യസുഖാക്കി തരണം തമ്പുരാനെ. ഈ വർദ്ധര പ്രദേശങ്ങൾക്ക് ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്നതായ ജന്മലത്തിൻ്റെതായ പാർശ്വവർത്തികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അള്ളാഹുവെ നീ ആയിരം ബറക്കത്ത് നഅ്മത്ത് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഈ 3-ാം വാർഷികം ആഘോഷിക്കുന്ന സമയം സാമ്പത്തികമായി പലരും ഇതിൽ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സമ്പത്തിൽ നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണം തമ്പുരാനെ. അവരുടെ വിജീവനങ്ങളിൽ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ വിജീവനങ്ങളിൽ നസീബുകൾ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ആ അഹ്ലു ബൈത്തിൻ്റെതായ ഷഹാദത്ത് കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിന് തുല്യമാകുന്ന സംരക്ഷണ ഉള്ള അഹ്ലു ബൈത്ത് എന്ന പരിഗണനയിൽ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും സന്താനങ്ങളെയും സഹോദരങ്ങളെയും എല്ലാം ഉസ്താദന്മാർ, ശായികന്മാർ, ശിഷ്യന്മാർ തുടങ്ങി എല്ലാവരെയും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഭയാനകമായ കൊറോണ എന്ന് പറയുന്ന ആ ദുരന്ത രോഗത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ. ആ അഹ്ലു ബൈത്തിന്റെ ആ സ്വഹബത്ത് കൊണ്ട് ലോകത്തിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നും ഈ മഹാദുരന്തം അള്ളാഹു തുളച്ചു മാറ്റുമാറാകട്ടെ. നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ചും വർദ്ധന പ്രദേശത്തും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിന് തുല്യമായ സംരക്ഷണയുള്ള അഹ്ലു ബൈത്ത് നബി കുടുംബത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഇതേപോലത്തെ മറ്റുള്ള രോഗങ്ങളും മുസീബത്തുകളും ഷറുകളും വരാതെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ട്യൂമറുകളിൽ നിന്നും, അറ്റാക്കുകളിൽ നിന്നും, കിഡ്നി രോഗങ്ങളിൽ നിന്നും, ഹാർട്ട് അറ്റാക്കുകളിൽ നിന്നും, ക്യാൻസർ ആദി രോഗങ്ങളിൽ നിന്നും, തൈറോയ്ഡ് രോഗങ്ങൾ, എല്ലാ മുസീബത്തിൽ നിന്നും പടച്ച അഹ്ലു ബൈത്തിന്റെ ബർക്കത്തുകൊണ്ട് കാത്തു രക്ഷിക്കട്ടെ. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. ഈ സലാത്ത് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ, മദീന മുശറഫിൽ എത്തിക്കുമാറാകട്ടെ. വല്ലാലി അഹ്ലുൽ ബൈത്ത് സല്ലം എന്ന് പറഞ്ഞതായ ആ സലാത്ത് കോടാനും കോടി സദാത്യങ്ങൾ മൺമറിഞ്ഞു കിടക്കുന്നതായ മുഴുവൻ ഖബറുകളിലും അല്ലാഹുവേ നീ എത്തിക്കണേ തമ്പുരാനെ. ആ പാവപ്പെട്ട ഞങ്ങളുടേതായ റൂഹുകൾക്ക് നീ സലാമത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ എല്ലാം ആക്കിപ്പത്തെ നീ നന്നാക്കാതെ, നീ തൗബ സ്വീകരിക്കാതെ മൗത്താക്കല്ലേ അല്ലാ. പഠിച്ച തമ്പുരാനെ, നിന്റെ പൊരുത്തം നീ ഞങ്ങൾക്ക് വാസിയാക്കണേ അല്ലാ. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ വാസിയാക്കി തരണേ അല്ലാ. ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും നീ ദായിമാക്കണേ തമ്പുരാനെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على سيدنا محمد وآله وسلم سبحان ربك رب العزة عما يصفون اللهم صل على سيدنا محمد والآل أهل البيت سلم اللهم صل على سيدنا محمد والآل أهل البيت سلم اللهم صل على سيدنا محمد والآل أهل البيت صل على جميع الأنبياء والمرسلين السلام عليكم ورحمة الله. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തുക്കളായ അഹ്ലു ബൈത്തിനെ ആദരിക്കുന്ന ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് അനുഗ്രഹിച്ച പണ്ട് മുതലേ ജ്ഞാനമായിട്ട് ആത്മീയ സ്നേഹബന്ധം നിലനിർത്തിപ്പോരുന്ന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ബഹുനിരായ തങ്ങളവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇവിടെ ഒരു ആത്മീയ ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട അഹമ്മദ് സഖാഫി അവർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇതിന്റെ സംഘാടകർക്ക് എല്ലാത്തിനും ഒരുപടി മുന്നേ നിന്നുകൊണ്ട് എല്ലാം ഒരുക്കുന്ന ഇതിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മദനി ഉസ്താദ് അവർ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയില്ല സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, എല്ലാവർക്കും മറ്റു വാക്കുകൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു